കോട്ടയം റാഗിംഗ് കേസിലെ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 2 ദിവസത്തേക്കാണ് കസ്റ്റഡി. ഷിനോജ് ചേരുന്നുണ്ട്. ഷിനോജ, പ്രതികളെ പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടിരിക്കുകയാണ്. ഇനിയും മറ്റ് തെളിവെടുപ്പുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടാകാം. ഈ വിഷയത്തിൽ അവിടെ പ്രതിഷേധങ്ങൾ തുടർച്ചയായി നടന്നിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ എങ്ങനെയാണ് കോട്ടയത്തെ റാഗിങ്ങിന് ശേഷമുള്ള കോളേജിലെ അന്തരീക്ഷം, പഠനങ്ങൾ തുടങ്ങിയോ? മറ്റു വിവരങ്ങൾ എന്തെല്ലാമാണ്? മാർച്ചിലെ ഏറ്റവും മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഈ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചത്. 2 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. കോടതി പോലീസ് അന്വേഷണ സംഘത്തിന്റെ വാദം കേട്ടുകൊണ്ട് 2 ദിവസത്തെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ ഈ പ്രതികളെ എത്തിയിരിക്കുന്നത്. ഈ 5 പ്രതികൾ ഞാനിപ്പോൾ നിൽക്കുന്ന നിലവിൽ ഈ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലേക്കാണ് ഉള്ളത്. മാർഷൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തെളിവെടുപ്പ് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ റാഗിംഗ് നടന്ന ഹോസ്റ്റലും അതുപോലെ തന്നെ ഈ ഹോസ്റ്റൽ 13 നമ്പർ മുറി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ എത്തിച്ച് ഈ പ്രതികളിൽ നിന്ന് തെളിവെടുപ്പ് നടത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹോസ്റ്റലിലേക്ക് ഈ പ്രതികളെ കൊണ്ടുപോകുക എന്നത് ആണ് പോലീസിന്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പക്ഷേ മാർഷൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വിദ്യാർത്ഥികളുടെ അതുപോലെ വിവിധ യുവജന സംഘടനകളുടെ ഒക്കെ ഭാഗത്തു നിന്നും വലിയൊരു പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ കോളേജിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രതികളെ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ കൊണ്ടുചെല്ലുന്ന സമയത്ത് ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രതിഷേധം ഉണ്ടാകുമോ എന്നൊരു ഭയം നിലവിൽ ഇപ്പോൾ പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ കാര്യമായ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഇല്ലാത്ത സമയത്താകും, ഒരുപക്ഷെ മാധ്യമങ്ങളെ പോലും അറിയിക്കാത്ത ഏതെങ്കിലും സമയത്താകും നിലവിൽ ഇപ്പോൾ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് പോവുക. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ 5 പ്രതികളെയും ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനാണുള്ളത്. ഏത് സമയം വേണമെങ്കിലും ഈ പ്രതികളുമായി ബന്ധപ്പെട്ട് പോലീസ് തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കോട്ടയം റാഗിംഗ് കേസിലെ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. ഇനിയും തെളിവെടുപ്പുകളും മറ്റ് നടപടിക്രമങ്ങളുമാണ് മുന്നിൽ ഉള്ളത്.